തിരുവചനം തിരുവചനം. കർത്താവിനാലേറെ സ്നേഹമുള്ളവരെ, മനോഹരമായൊരു പ്രാർത്ഥനയാണ് നമ്മൾ ഇന്നത്തെ ഈ വചനഭാഗത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നത്. മക്കാബായരുടെ പുസ്തകം 2 മക്കാബായരുടെ പുസ്തകം 1-ാം അധ്യായം 2 മുതലുള്ള തിരുവചനങ്ങൾ. 2 മക്കാബായർ 1-ാം അധ്യായം 2 മുതലുള്ള തിരുവചനങ്ങൾ. ദൈവം നിങ്ങൾക്ക് ശുഭം വരുത്തുകയും തൻ്റെ വിശ്വസ്തദാസന്മാരായ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി സ്മരിക്കുകയും ചെയ്യട്ടെ. സർവാത്മന അവിടുത്തെ ഹിതം അനുവർത്തിക്കുന്നതിനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത് വളരെ ശക്തമായൊരു പ്രാർത്ഥനയാണ്. തൊട്ട് താഴേക്കുള്ള വചനങ്ങളിലൊക്കെ ആ വചനഭാഗങ്ങൾ മുഴുവൻ നമ്മൾ വായിച്ചാൽ വല്ലാത്തൊരു ബലം നമ്മുടെ ഉള്ളിൽ നിറയുന്നത് പോലെ നമുക്ക് തോന്നും. നമ്മെ വല്ലാതെ ശക്തിപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥനയാണിത്. ശരിക്കും ജെറുസലേമിലും യൂദയായിലുമുള്ള യഹൂദന്മാർ തങ്ങളിൽ നിന്ന് വേർപെട്ട് മറ്റൊരു രാജ്യത്ത് കഴിയുന്ന, ഈജിപ്റ്റ് രാജ്യത്ത് കഴിയുന്ന യഹൂദന്മാർക്ക് വേണ്ടി എഴുതിയ ഒരു ആശംസയാണ് ഈ പ്രാർത്ഥന. മറ്റൊരു ദേശത്ത് കഴിയുന്ന വ്യക്തികൾ ദൈവാരാധന ശരിയായ രീതിയിൽ നിർവഹിക്കാൻ സാധിക്കാതെ അസ്വസ്ഥതകളിലും ഭാരങ്ങളിലും മതമർദ്ദനങ്ങളിലും രക്തസാക്ഷിത്വത്തിലുമൊക്കെ ജീവിക്കേണ്ടി വരുന്ന ഒരു ജനതയ്ക്ക് തങ്ങളുടെ സഹോദരന്മാർ നൽകുന്ന ഒരാശംസ, ഇത് നമ്മെ വല്ലാതെ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ്. നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദാന വചനങ്ങളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുകയാണ്, വലിയ മതമർദ്ദനത്തിലൂടെ കടന്നുപോയ ഒരു സമൂഹമാണ് ഈ യഹൂദർ. രാജാക്കന്മാരിൽ നിന്ന് വലിയ മതമർദ്ദനങ്ങളാണ് ഈ ജനത്തിന് നേരിടേണ്ടി വരുന്നത്. അപ്പോൾ വലിയൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു ജനം. നമ്മുടെ ജീവിതവുമായി നമുക്കിത് ബന്ധിപ്പിക്കാം. ദൈവാരാധന ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന രാജ്യങ്ങളിൽ താമസിക്കുന്നവരുണ്ട്. യഥാർത്ഥമായ ദൈവാരാധനയ്ക്ക് അനുവാദമില്ലാതിരിക്കുന്നവരുണ്ട്. ചില കുടുംബങ്ങളിൽ തന്നെ ദൈവാരാധന നടത്താൻ സാധിക്കാതെ മറ്റുള്ളവരാൽ വിലക്ക് ഏർപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. ഈ വീട്ടിൽ പ്രാർത്ഥിക്കരുത് എന്ന നിബന്ധനകളിൽ ജീവിക്കുന്നവരുണ്ട്. ഈ ദേശത്തോ ഈ സ്ഥാപനത്തിലോ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുവാൻ പാടില്ല, അങ്ങനെയൊക്കെ ആരാധന വിലക്കുകളിൽ ജീവിക്കുന്ന വ്യക്തികൾ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ ശക്തിപ്പെടുത്തുന്ന, അവരെ മാത്രമല്ല ഏതെങ്കിലുമൊക്കെ ബന്ധനങ്ങളിലായിരിക്കുന്ന, അത് പൈശാചിക ബന്ധനങ്ങളിൽ, തിന്മയുടെ ബന്ധനങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന, ചില തഴക്കദോഷങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ, ജീവിതം എത്ര ഉയരണമെന്ന് ആഗ്രഹിച്ചിട്ടും ഉയരാൻ സാധിക്കാതെ ഇരിക്കുന്ന വ്യക്തികൾ, അങ്ങനെ ഉയർച്ച തടസ്സപ്പെട്ടിരിക്കുന്നവർ, സമാധാനം നിഷേധിക്കപ്പെട്ടിരിക്കുന്നവർ, രോഗങ്ങളിൽ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് കരുതുന്നവർ, അവരുടെ അടുത്തേക്കാണ് ദൈവത്തിൻ്റെ വചനം എത്തുന്നത്. ആട്ടിടയന്മാർ ദൈവത്തെ കാണാൻ വരുന്നത് മാലാഖമാർ അറിയിച്ച വലിയൊരു ആശംസ കേട്ടിട്ടാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വമെന്നും ഭൂമിയിൽ നല്ല മനസ്സുള്ളവർക്ക് സമാധാനമെന്നും മാലാഖമാർ പാടിയത് കേട്ട് അങ്ങനെ ഒരു അനുഭവം തങ്ങൾക്കും ഉണ്ടാകട്ടെ എന്നാഗ്രഹിച്ച് പുൽക്കൂട്ടിലേക്ക് വരുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു വചനം, ഈ ഒരു വചനഭാഗം നമ്മെ വലിയൊരു സ്വാതന്ത്ര്യത്തിലേക്കും ദൈവസ്നേഹത്തിലേക്കും നയിക്കുകയാണ്. എന്നാണ് വചനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില തലങ്ങൾ മാത്രം നാം ധ്യാനിക്കുകയാണ്. അതിലാദ്യത്തെ ഘട്ടം ദൈവം നിങ്ങൾക്ക് ശുഭം വരുത്തട്ടെ എന്നുള്ളതാണ്. സാധാരണ ഏതെങ്കിലും ഒരു കാര്യം അവസാനിക്കുമ്പോഴാണ് എല്ലാം ശുഭം എന്ന് എഴുതി കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതം എപ്പോഴും സന്തോഷമായിരിക്കട്ടെ, നിങ്ങൾ ചെയ്യുന്നതൊക്കെ കർത്താവ് വിജയിപ്പിക്കട്ടെ എന്നൊരാശംസ എല്ലാവരിൽ നിന്നും കേൾക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്. നാം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നന്നായി വരട്ടെ എന്നൊരാശംസ കേൾക്കാൻ. ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുത്തൊരു കുഞ്ഞു പോകുമ്പോൾ മാതാപിതാക്കൾ ഈ കുട്ടിയുടെ തലയിലേക്ക് കൈവച്ച് നന്നായി വരട്ടെ എന്നും എല്ലാം മനോഹരമാകട്ടെ എന്നും ആശംസിക്കുമ്പോൾ ആ കുഞ്ഞിനുണ്ടാകുന്ന ഒരു ബലം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശുഭമായി തീരട്ടെ. അങ്ങനെ ആകുമോ അല്ലെങ്കിൽ അങ്ങനെ ആകാത്തതിൽ വേപതു പൂണ്ട് ജീവിക്കുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും. പല കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടും ഒന്നും പച്ചപിടിക്കാതെ അല്ലെങ്കിൽ ഒന്നും മെച്ചപ്പെടാതെ, ഒരു പുരോഗതി പ്രാപിക്കാതെ ഇരിക്കുന്ന ജീവിതാനുഭവങ്ങളിൽ ജീവിക്കുന്നവരോട് കർത്താവിൻ്റെ വചനം പറയുകയാണ്, നിങ്ങൾക്ക് ശുഭം സംഭവിക്കട്ടെ.
പഴയ നിയമത്തിൽ ജോസഫിനെ പറ്റി ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അവസാന അധ്യായങ്ങളിലൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് കർത്താവ് ജോസഫിന് ശുഭം വരുത്തി എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് ചോദിച്ചാൽ, കർത്താവ് ആ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്നുവെന്നും അവൻ ചെയ്തതെല്ലാം മനോഹരമായിരുന്നുവെന്നും എല്ലാ കാര്യത്തിലും ജോസഫ് ദൈവത്തെ ബഹുമാനിച്ചിരുന്നു എന്നുമാണ് നാം അതിൽ നിന്ന് കാണുന്നത്. എന്തുകൊണ്ടാണ് ജോസഫിൻ്റെ ജീവിതം ശുഭമായി തീർന്നത്? എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ മഹത്വമാണ് അവൻ അന്വേഷിച്ചത്. സ്വപ്നം വ്യാഖ്യാനിക്കാൻ സാധിക്കുമോ എന്ന് ഫറവോ ചോദിക്കുമ്പോൾ ജോസഫ് പറയുന്നതാണ്, ഞാനല്ല സ്വപ്നം വ്യാഖ്യാനിക്കുന്നത്, ഇസ്രായേലിൻ്റെ ദൈവമാണ്. ഇത് മുഴുവൻ നിനക്ക് വെളിപ്പെടുത്താൻ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ജോസഫ് പറയുന്നത്, ദൈവമാണ് ഇത് വെളിപ്പെടുത്തുന്നത് എന്നാണ്. അപ്പോൾ എല്ലാം ദൈവത്തോട് ചേർത്ത് വെച്ച്, എല്ലാ പിതൃത്വവും ദൈവത്തോട് ചേർത്ത് വെച്ച്, എല്ലാ നാവുകളും എല്ലാ മുട്ടും മടങ്ങേണ്ടത് ദൈവത്തിൻ്റെ മുൻപിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചെറുതും വലുതുമായ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് അനുഗ്രഹമായി തീരണമെങ്കിൽ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ, ദൈവത്തിന് അതിൻ്റെ പിതൃത്വം കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും, സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വാക്ക് നിൻ്റെ നാവിൻ തുമ്പിലെത്തുന്നതിന് മുൻപേ അത് കർത്താവ് അറിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, എല്ലാ കാര്യങ്ങളും ശുഭമായി തീരണമെന്ന് നാം ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അതിന് വേണ്ടുന്നൊരു പ്രധാനപ്പെട്ട നിബന്ധന എല്ലാം ദൈവത്തിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളത് കൂടിയാണ്. കർത്താവായ ഈശോ മിശിഹ നമുക്ക് കാണിച്ചിരുന്ന വളരെ വലിയൊരു മാതൃക അതാണ്. അപ്പം വർദ്ധിപ്പിക്കുമ്പോൾ അവൻ എന്താണ് ചെയ്തത്? അപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് സ്വർഗത്തിലേക്ക് നോക്കി. അപ്പോൾ ഈ നോട്ടം, നമ്മുടെ നോട്ടം എപ്പോഴും സ്വർഗത്തിലേക്കായിരിക്കണം. ലാസറിനെ ഉയർപ്പിക്കുമ്പോഴും അവൻ സ്വർഗത്തിലേക്ക് നോക്കി. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നതിന് മുൻപ് അവൻ സ്വർഗത്തിലേക്ക് നോക്കി. ഏറ്റവും വലിയ അത്ഭുതമായ കുരിശുമരണം പൂർത്തീകരിക്കുമ്പോഴും അവൻ ആകാശങ്ങളിലേക്ക് മിഴികൾ ഉയർത്തി പ്രാർത്ഥിച്ചു, പിതാവേ ഇതാ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ. പിതാവേ ഇതാ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ. അപ്പോൾ ഈ പിതൃത്വം ദൈവത്തിൻ്റെതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും ആധികാരികത നാം ദൈവത്തെ ഏൽപ്പിച്ചാൽ, എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം നാം ദൈവത്തെ ഏൽപ്പിച്ചാൽ ഭാരമില്ലാത്ത മനുഷ്യരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. മനസ്സ് ഭാരമില്ലാതെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. നാം പലപ്പോഴും ഇതെല്ലാം നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും നമ്മളാണിത് പരിഹരിക്കുന്നതെന്നും ഒരു ചിന്ത വരുമ്പോഴാണ് നമുക്ക് വല്ലാത്ത അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും ഉണ്ടായി ഒടുവിൽ ജീവിതം തന്നെ മടുത്തു പോകുന്ന ഒരവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും എത്തിച്ചേരുന്നത്. അതുകൊണ്ട് എല്ലാം ദൈവത്തിൻ്റെതാണ്. നമ്മൾ എത്ര അറിയാവുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിലും ലളിതമായൊരു ആത്മീയത ഇതാണ്, എല്ലാം ദൈവത്തിൻ്റെതാണ്. ദൈവം വിചാരിക്കാത്ത ഒരു വരകളും കൂട്ടിയോജിപ്പിക്കപ്പെടുകയില്ല. ദൈവം വിചാരിക്കാത്ത ഒരു വഴികളും പൂർത്തീകരിക്കപ്പെടുകയില്ല. നമ്മൾ ഓർത്തിരിക്കണം, ബൈബിളിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് മുഴുവൻ അതാണ്. ഒളിച്ചോടിപ്പോയവരൊക്കെ തിരിച്ചു വരാനുള്ള കാരണം അതാണ്. ബൈബിളിൽ പലരും വീട് വിട്ടിറങ്ങിപ്പോകുന്നുണ്ട്. ഒടുവിൽ അവരൊക്കെ തിരിച്ചു വരുന്നത് എന്തുകൊണ്ടാണ്? അവർ പോയ വഴികൾ ദൈവത്തിൻ്റെതല്ലാതിരുന്നു എന്നതുകൊണ്ടാണ്. പോയ വഴികളിൽ അവർ പന്നിക്കൂടുകളിൽ എത്തിപ്പെട്ടത് എന്തുകൊണ്ടാണ്? പോയ വഴികൾ ദൈവ പദ്ധതിയുടെ ഭാഗമായിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. പോയ വഴികളിൽ പലർക്കും മത്സ്യത്തെ ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇടതും വലതും മാറി മാറി വലയെറിഞ്ഞിട്ടും പല രാത്രികളിൽ അധ്വാനിച്ചിട്ടും ഒരു പൊടിമീൻ പോലും അവരുടെ വലയിലോ ചൂണ്ടയിലോ കുരുങ്ങാത്തതിൻ്റെ കാരണം ഇതാണ്, ദൈവം ആഗ്രഹിക്കാത്തൊരു അധ്വാനമാണത് എന്നുള്ളത് കൊണ്ടാണ്. ദൈവം ആഗ്രഹിക്കാത്ത അധ്വാനങ്ങൾ ഫലമണിയുകയില്ല. അതുകൊണ്ട് ദൈവത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ അധ്വാനത്തെയും നമ്മുടെ ജീവിതത്തെയും സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ എല്ലാം ശുഭമായി തീരും. ഇവിടെ മക്കബയരുടെ ഈ പുസ്തകത്തിൽ, ഈ വചനത്തിൽ നമ്മൾ കാണുന്നത് ഈജിപ്തിലുള്ള യഹൂദരോട് പറയുകയാണ്, നിങ്ങൾക്ക് ദൈവം ശുഭം വരുത്തട്ടെ എന്ന് പറയുമ്പോൾ അതിന് പിന്നിലൊരു നിബന്ധന ഇതാണ്, എല്ലാം ദൈവത്തോട് ചേർത്ത് വെച്ച് ദൈവത്തോട് ആലോചന ചോദിച്ച് മാത്രം ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഇതാണ്, തൻ്റെ വിശ്വസ്ത ദാസരായ അബ്രഹാമിനോടും ഇസഹാക്കിനോടും ചെയ്ത ഉടമ്പടി അവൻ ഓർക്കും. എന്താണ് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലാണ് നമ്മൾ ഈ ഉടമ്പടി കാണുന്നത്. കർത്താവ് അബ്രഹാമിനോട് പറയുകയാണ്, നീ എന്നെ ദൈവമായി കണ്ട് ആരാധിച്ചാൽ ഈ ഉടമ്പടി ഞാനും നിന്റെ തലമുറകളുമായി എന്നേക്കുമായി ഉണ്ടാക്കുന്ന ശാശ്വതമായ സ്മാരകമായിരിക്കും. ഇസഹാക്കിനോടും യാക്കോബിനോടും എല്ലാം ഇതേ കാര്യങ്ങൾ തന്നെയാണ് കർത്താവ് പറഞ്ഞത്. ഞാൻ നിന്റെ ദൈവമായിരിക്കുകയും നിങ്ങൾ എൻ്റെ ജനമായിരിക്കുകയും ചെയ്താൽ ഈ വാഗ്ദാനങ്ങൾ മുഴുവൻ പൂർത്തീകരിക്കപ്പെടും.
പ്രിയമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ ആദ്യ വചനങ്ങളിലാണ് ദൈവം അബ്രഹാമിൻ്റെ കുടുംബത്തോട് ചെയ്ത വാഗ്ദാനത്തെ നമ്മൾ കാണുന്നത്. നീ ഒരു അനുഗ്രഹമായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്റെ ജന്മം പാഴ്ജന്മമല്ല. നിന്റെ ജന്മം പാഴ്ജന്മമല്ല. ജോബ് ഇപ്രകാരം വിലപിച്ചു, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്ന നിമിഷം ശപിക്കപ്പെട്ടതായിരിക്കട്ടെ. ഞാൻ എന്തുകൊണ്ട് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജീവനോടെ വന്നു? ചാപിള്ളയായി വന്നിരുന്നുവെങ്കിൽ എനിക്ക് ഈ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരികയില്ലായിരുന്നു. എന്നാൽ പിന്നീട് ജോബ് പറയുകയാണ്, ഞാനിപ്പോൾ കർത്താവിനെ കണ്ടു. എൻ്റെ അഴുകിയ ചർമ്മത്തിൽ ഞാൻ ദൈവത്തെ ദർശിച്ചു. ഇതൊരു മാറ്റമാണ്, ബോധ്യങ്ങളിൽ വന്നൊരു മാറ്റം. നമ്മുടെ ജീവിതം പാഴ്ജന്മമാണ് എന്നൊരിക്കലും നിങ്ങൾ കരുതരുത്. നിങ്ങളുടെ ജീവിതം വിശിഷ്ടപ്പെട്ട ഒരു ജീവിതമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കണം. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന വഴികളിലൂടെ ജീവിതം പുരോഗതി പ്രാപിക്കാത്തത് കൊണ്ട് ജീവിതം പാഴ്ജന്മമാണ് എന്ന് പലപ്പോഴും നമ്മൾ കരുതിയിട്ടുണ്ടാകാം. ജീവിതം വലിയ ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് നമ്മൾ കരുതിയിട്ടുണ്ടാകാം. എന്നാൽ വചനം പറയുകയാണ്, ഒരു ജീവിതവും പാഴ്ജീവിതമല്ല. വൃദ്ധനായിരുന്ന അബ്രഹാമിൽ നിന്ന് തലമുറകളെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവം, അബ്രഹാം എന്ന് പറയുന്ന ഒരു വാക്ക് ഇന്നും നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതിൻ്റെ കാരണം ഇതാണ്. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ ഒരു അനുഗ്രഹമായിരിക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്റെ പേര് ഞാൻ അനുഗ്രഹമാക്കും. നിന്നിലൂടെ ഈ ഭൂമുഖം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന വലിയൊരു ആത്മീയമായ ബോധ്യം ഇതാണ്: നമ്മളൊരു അനുഗ്രഹമാകാൻ വിളിക്കപ്പെട്ടവരാണ്. ഇവിടെ ഇസ്രായേൽ ജനം ഈജിപ്തിലുള്ള തങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയുകയാണ്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, മതമർദ്ദനത്തെ ഓർത്തോ, നിങ്ങളുടെ മുമ്പിൽ വെട്ടിത്തിളങ്ങുന്ന വാള് കണ്ടിട്ടോ നിങ്ങൾ ധൈര്യം നഷ്ടപ്പെട്ടവരായി തീരേണ്ട. കർത്താവ് നിങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്താണ് ആ വാഗ്ദാനം? നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഒരു വാഗ്ദാനമുണ്ട്. നിങ്ങളുടെ ജീവിതം പാഴ്ജന്മമല്ല. നിങ്ങൾ വിലയേറിയ ഒരു പാരമ്പര്യത്തിൻ്റെ, ഒരു കുടുംബത്തിൻ്റെ ഭാഗമാണ്. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും അനുഗ്രഹങ്ങളാണ്, ആ ജീവിതമാണ്, ആ അതേ വഴികളിലൂടെയുള്ള അനുഗ്രഹങ്ങളാണ് കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുക. ആ വിശ്വാസത്തിൻ്റെ പൈതൃകമാണ് കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും സ്വന്തം ജീവിതത്തെ പഴിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും സ്വന്തം ജീവിതത്തിന് വിലയില്ല എന്ന് കരുതുന്നുണ്ടെങ്കിൽ, നമുക്കറിയാം യൂദാസ് കർത്താവിനിട്ട വില എത്രയാണ്? 30 വെള്ളിക്കാശാണ്. കർത്താവിന് 30 വെള്ളിക്കാശ് വിലയിട്ടവൻ സ്വന്തം ജീവിതത്തിനിടുന്ന വില എത്രമാത്രമാണ്? കർത്താവിന് 30 വെള്ളിക്കാശ് വിലയിട്ടവൻ സ്വന്തം ജീവിതത്തിൽ പകർത്തുന്ന വില എന്താണ്? ഒടുവിൽ അവൻ ആത്മഹത്യ ചെയ്തുവെന്നും അവൻ്റെ കുടൽമാല പുറത്തു വന്ന് അവൻ മരണപ്പെട്ടുവെന്നും അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ, വില തീരെ കുറഞ്ഞുപോയ ഒരു മനുഷ്യൻ. ആരാണ് ഈ വില നിശ്ചയിക്കുന്നത്? നീ തന്നെയാണ്. നിന്റെ ജീവിതത്തിൻ്റെ വില നിശ്ചയിക്കുന്നത് നീ തന്നെയാണ്. നിന്നെ അമൂല്യനായിട്ടാണ് കർത്താവ് കാണുന്നത്. നീ എനിക്ക് പ്രിയപ്പെട്ടവനും വിലപ്പെട്ടവനും അമൂല്യനുമാണെന്നാണ് വചനം പറയുന്നത്. നിന്റെ വില ഒരിക്കലും നിശ്ചയിക്കാൻ പാടില്ലാത്തതാണ്. പിന്നീട് ഈ 30 വെള്ളിക്കാശിൽ നിന്ന് താഴെ നിന്റെ വില നിശ്ചയിച്ചത് ആരാണ്? നീ തന്നെയാണ്. ആരാണ് പറഞ്ഞത് നിന്റെ ജീവിതം അനുഗ്രഹമില്ലാത്ത കരിപിടിച്ചൊരു ജീവിതമാണെന്ന്? അടുക്കളയിൽ കരിപ്പാത്രങ്ങളോട് സംവദിക്കുന്ന ഒരമ്മ ഒരിക്കലും വിചാരിക്കരുത് നിന്റെ ജീവിതം ഇതിൽ ഒതുങ്ങുന്നതാണ് എന്ന്. അങ്ങനെയല്ല, നിന്റെ ജീവിതത്തിലൂടെ, അടുക്കളയിൽ ഹോമിക്കപ്പെട്ടു പോകുന്ന ജീവിതത്തിലൂടെ അനേകം വിശുദ്ധ ജീവിതങ്ങൾ അടുത്ത തലമുറയിൽ ഉടലെടുക്കുവാൻ ഈ സഹനത്തിന് സാധിക്കും. രാപകലോളം കഷ്ടപ്പെടുന്ന ഒരപ്പൻ ഒരിക്കലും ചിന്തിക്കരുത് എൻ്റെ ജീവിതം തകർന്നു പോയെന്ന്. ഈ ജീവിതത്തിൻ്റെ സഹനത്തിൻ്റെ തീച്ചൂളയിലാണ് അടുത്തൊരു തലമുറ ശുദ്ധീകരണം പ്രാപിക്കുന്നത്. ഈ തലമുറയിൽ അപമാനമേൽക്കുന്ന ഒരു വൈദികൻ ചിന്തിക്കരുത് പൗരോഹിത്യം വിശുദ്ധമല്ലെന്നും അമൂല്യമല്ലെന്നും ചിന്തിക്കരുത്. ഈ അപമാനിക്കപ്പെടുന്ന ജീവിതത്തിലൂടെയാണ് നാളെ പൗരോഹിത്യം അറിയപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും തലമുറയിൽപ്പെട്ടവരാണ് നാം എന്നുള്ളതുകൊണ്ട് നമ്മുടെ കുടുംബം, നമ്മുടെ പാരമ്പര്യം അനുഗ്രഹിക്കപ്പെട്ട ഒരു പാരമ്പര്യമാണ്. നാം എല്ലാവരും ഈ അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ്. ആരും ഈ അനുഗ്രഹത്തിൽ നിന്ന് വ്യത്യസ്തരല്ല. നാം എല്ലാവരും ഈ അനുഗ്രഹത്തോട് ചേരാൻ, ഈ അനുഗ്രഹത്തിൽ നിന്ന് സ്വീകരിക്കാൻ കഴിവ് കിട്ടേണ്ടവരാണ്. അതിനുവേണ്ടിയാണ് ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കേണ്ടത്. പിന്നീട് വചനം പറയുകയാണ്, കർത്താവിൻ്റെ ഹിതം അനുവർത്തിക്കുന്നതിന്
അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ഹിതം അനുസരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ, കർത്താവ് നേരിട്ട് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയും അത് തന്നെയാണ്. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണ് ദൈവത്തിൻ്റെ ഹിതം നിറവേറട്ടെ. ഗെത്സമൻ തോട്ടത്തിൽ നാം കാണുന്നൊരു മാതൃക ഇതാണ്. പിതാവേ, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. വേദനകളുടെ ഗെത്സമൻ അനുഭവത്തിൽ പോലും ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റപ്പെടുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ഈ അവസാന തുള്ളിയും ദൈവരാജ്യത്തിന് വേണ്ടി ഒഴുക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹമെങ്കിൽ അത് ഊറിപ്പൊക്കൊള്ളട്ടെ എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ അവസാനത്തെ ശ്വാസവും ദൈവരാജ്യത്തിന് വേണ്ടിയുള്ളതാണെങ്കിൽ ഈ ശ്വാസവും എന്നിൽ നിന്ന് ഒഴുകിപ്പൊക്കൊള്ളട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ജോബ് ഇങ്ങനെ പ്രാർത്ഥിച്ചത്. ഒരു തിരിച്ചറിവിൻ്റെ നിമിഷത്തിൽ ജോബ് പ്രാർത്ഥിക്കുകയാണ്, അഴുകിയ ചർമ്മത്തിൽ നിന്നുകൊണ്ട് ഞാൻ ദൈവത്തെ കാണും. എൻ്റെ അഴുകിയ ചർമ്മമാണെങ്കിലും വിണ്ടുപോകുന്ന മാംസമാണെങ്കിലും അതിൻ്റെ വേദനകൾക്കിടയിൽ നിന്നുകൊണ്ട് ഞാൻ കാണുന്നത് എൻ്റെ ദൈവത്തെയാണ്. എന്നെ സ്നേഹിക്കുന്ന ദൈവം, എൻ്റെ ചർമ്മം അഴുകാൻ അനുവദിച്ചവൻ, അഴുകിയ ചർമ്മത്തിൽ നിന്ന് ദൈവത്തെ കാണാൻ അനുവദിച്ചവൻ, അവനെയാണ് ഞാൻ ദർശിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾക്കുണ്ടാകേണ്ട ഒരു ആത്മീയമായ ബോധ്യം ഇതാണ്: ദൈവത്തിൻ്റെ ഹിതം എന്താണോ അത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഹിതമാകണമെന്ന് നിർബന്ധമില്ല. അത് മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും പ്രയത്നങ്ങളുമാണ്. കർത്താവിൻ്റെ പദ്ധതി മനുഷ്യൻ്റെ പദ്ധതികളോട് ചേർന്ന് പോകുന്നതാവണമെന്ന് നിർബന്ധമില്ല. ദൈവത്തിൻ്റെ ഹിതം പൂർത്തീകരിക്കപ്പെടുവാൻ, കർത്താവെ അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടക്കുവാൻ ഇതാ ഞാൻ എൻ്റെ ജീവിതം വിട്ടു തന്നിരിക്കുന്നു. വിശുദ്ധരുടെ ജീവിതങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ അനേകം സഹനത്തിലൂടെ കടന്നുപോയ ജീവിതങ്ങൾ, അനേകം വേദനകളിലൂടെ, തെറ്റിദ്ധാരണകളിലൂടെ, വിശുദ്ധ കുർബാന പോലും സ്വീകരിക്കാൻ വിലക്കുകളുണ്ടായിരുന്ന ജീവിതങ്ങളെ നമുക്ക് വിശുദ്ധരുടെ കൂട്ടത്തിൽ അറിയാമല്ലോ. അങ്ങനെയുള്ള ജീവിതങ്ങളിൽ അവർ തിരിച്ചറിഞ്ഞത് എന്താണ്? വിശുദ്ധ കുർബാന സ്വീകരിക്കണ്ട എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഹിതമെങ്കിൽ ഞാനത് സ്വീകരിക്കുന്നില്ല എന്നാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ അധികാരികളാൽ വിലക്കുള്ള ആളുകളുണ്ടായിരുന്നു. വിശുദ്ധ കുർബാന ചൊല്ലാൻ വിലക്കുള്ള പുരോഹിതരുണ്ടായിരുന്നു. പക്ഷെ അവർ പിന്നീട് വിശുദ്ധരായി മാറിയത് അവർ ആ അധികാരികളുടെ തീരുമാനങ്ങളോട്, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളോട് ചേർന്ന് നിന്നു എന്നുള്ളതാണ്. ഒന്നും നാം ചെയ്യുന്ന യാതൊരു കാര്യങ്ങളും ദൈവഹിതത്തിന് എതിരായി മാറാൻ പാടുള്ളതല്ല. പ്രിയമുള്ളവരെ, നാം ചെയ്യുന്ന കാര്യങ്ങൾ പോലും വളരെ ആത്മീയമായ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് തോന്നാം. പക്ഷെ അത് ദൈവഹിതത്തിന് ചേർന്നതാണോ എന്ന് വിവേചിച്ചറിയേണ്ട ഒരു പരിശുദ്ധാത്മ കൃപ എന്നിലും നിങ്ങളിലും ഉണ്ടാകണം. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ആത്മീയ കാര്യങ്ങളാണെങ്കിൽ കൂടി അത് ദൈവത്തിന് ഇഷ്ടമാണോ എന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു വൈദികൻ എല്ലാ ദിവസവും അനേകം ആയിരങ്ങൾക്ക് ആഹാരം കൊടുക്കുന്ന ഒരു വൈദികനാണ്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ശ്ലാഘനീയമായൊരു ശുശ്രൂഷയാണ്. ആർക്കും ചെയ്യാൻ സാധിക്കാത്തൊരു ശുശ്രൂഷ. ഒരു ദിവസം അനേകം ആളുകൾക്ക്, ആഹാരമില്ലാത്തവർക്ക് ആശുപത്രി വരാന്തകളിൽ ആഹാരപ്പൊതി വിതരണം ചെയ്യുന്ന ഒരു വൈദികൻ. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കൂടെ പോകുവാനൊരു അവസരം ലഭിച്ചപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഞാനും അത് ചെയ്താൽ എന്താ? എനിക്കും ഇപ്രകാരം ചെയ്യുന്നത് നല്ലതല്ലേ? കാരണം അനേകം ആളുകൾക്ക് ആഹാരം കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ ദൈവികമായൊരു പ്രവൃത്തിയാണ്. കരങ്ങൾ നീട്ടുന്നവരുടെ കരങ്ങളിലേക്ക് അന്നപ്പൊതികൾ വെച്ചു കൊടുക്കാൻ സാധിക്കുന്നത് ഒരു ദൈവികമായ പ്രവൃത്തിയാണ്. അപ്പോൾ ആ വരാന്തയിൽ നിന്നുകൊണ്ട് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഞാനും ഇതുപോലെ ചെയ്താൽ മറ്റൊരു 250 പേർക്ക് ഭക്ഷണം കിട്ടുമല്ലോ. പക്ഷെ പിന്നീട് എൻ്റെ പ്രാർത്ഥനാ വേളയിൽ ഞാൻ ഈ വിഷയം വെച്ചപ്പോൾ എനിക്ക് സ്വർഗം കാണിച്ചു തന്ന മറുപടി അത് ചെയ്യരുത് എന്നാണ്. അതാണ് എന്നെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ഞാൻ വിചാരിക്കുന്നു ആഹാരം കൊടുക്കുന്നത് ഒരു ആത്മീയ പ്രവൃത്തിയല്ലേ, പക്ഷെ അത് ഞാൻ വഴി വേണോ എന്നുള്ളത് ചിന്തിക്കേണ്ടതും വിവേചിക്കേണ്ടതും ദൈവമാണ്. അതാണ് പ്രിയമുള്ളവരെ നമ്മൾ തിരിച്ചറിയേണ്ടത്. എല്ലാം ചെയ്യേണ്ടത് എല്ലാവരുമാണ് എന്നൊരു ചിന്ത ദൈവത്തിനില്ല. നമ്മിലൂടെ പ്രവർത്തിക്കേണ്ട അല്ലെങ്കിൽ നമ്മളിലൂടെ പൂർത്തീകരിക്കപ്പെടേണ്ട ജീവിത നിയോഗങ്ങളാണ് പൂർത്തീകരിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് ഇവിടെ വചനം പറയുകയാണ്, ഈജിപ്ത് ദേശത്ത് താമസിക്കുന്ന വ്യക്തികളോട് കർത്താവിൻ്റെ വചനം പറയുകയാണ്, നിങ്ങൾ ഏത് ദേശത്തായിരുന്നാലും, പ്രതികൂലമായ സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് ചുറ്റിലുമുള്ളത്, നിങ്ങൾ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് സർവശക്തനായ ദൈവത്തെ അല്ല, നിങ്ങൾ കാണുന്നത് വിഗ്രഹങ്ങളെയാണ്, ബാൽദേവന്റെ പ്രതിഷ്ഠയാണ് നിങ്ങൾ കാണുന്നത്. എങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ,
വിരുദ്ധമായ സാഹചര്യങ്ങളിൽ നിൽക്കുമ്പോൾ പോലും ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയരുത്. നമ്മൾ എത്ര മോശപ്പെട്ട സാഹചര്യങ്ങളിലാണ് ജീവിക്കുന്നതെങ്കിലും ദൈവ ഇഷ്ടത്തിന് വിരുദ്ധമായി ജീവിക്കാൻ നമുക്കിടയാകരുത്. ഈ ഒരു ആത്മീയ ബോധ്യത്തിലേക്ക് നാം പ്രവേശിക്കണം. കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും ഹൃദയപൂർവ്വം സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് ശക്തി നൽകുകയും അങ്ങനെ നിങ്ങൾ സമാധാനം പ്രാപിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുകയും കർത്താവ് നിങ്ങളോട് രഞ്ജിപ്പിലാവുകയും ചെയ്യട്ടെ എന്ന വചനം നമ്മളോട് പറയുകയാണ്. കർത്താവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ: ഒന്ന്, ഒരു ദൈവികമായ സമാധാനം നമ്മുടെ ഉള്ളിൽ നിറയുന്നു. രണ്ട്, ദൈവവുമായി ഒത്തുപോകാൻ പറ്റാത്ത ഏതെങ്കിലും മേഖലകളുണ്ടെങ്കിൽ ദൈവവുമായി അനുരഞ്ജിപ്പിലാകാൻ നമുക്ക് സാധിക്കുന്നു. ഏതെങ്കിലും ദൈവിക പദ്ധതികൾ ഏറ്റെടുക്കാൻ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ, നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അത് ഏറ്റെടുക്കാനും അത് സ്വീകരിക്കുവാനുമുള്ളൊരു കൃപ കർത്താവ് നമുക്ക് നൽകുന്നു. അതുകൊണ്ട് ഈ വചനങ്ങൾ ഈ ദിവസം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. വലിയ ആത്മീയ ബോധ്യങ്ങൾ ഈ വചനത്തിൽ നിന്ന് കർത്താവ് നമുക്ക് നൽകുകയാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.